ഹായ് ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ ബോൺ ബേബിയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട് അപ്പോൾ കുറച്ച് ദിവസം വൈകിയപ്പോഴത്തേക്ക് കമൻറ്റ് വരാൻ തുടങ്ങി. ഒന്ന് ഫുൾ വീഡിയോ ഇടുക, വെയിറ്റ് ചെയ്യുക, കാരണം കുഞ്ഞുങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ ആയത് നമ്മുടെ അറിയാലോ, ശംഖുപുഷ്പത്തിൻ്റെ ക്രീം റീസ്റ്റോക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് ബിസി ആയിപ്പോയി. അതിൻ്റെ ഒരു തിരക്കിലായി പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹയ്യമോക്ക് ഇതാണ് ഹയ്യമോള്. ഈ ഹയ്യമോക്ക് വേണ്ടിയിട്ട് നമ്മൾ ന്യൂബോണിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് ഇതുവരെയും പുറത്തുനിന്ന് ഒരു സോപ്പ് വാങ്ങി ഉപയോഗിച്ചിട്ടില്ല ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ഞാൻ ഒരു 100 ഗ്രാം ബേബി ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 5.5ൻ്റെ ബേബി ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 500 ഗ്രാം ഷിയാ ബട്ടർ ബേസ്. നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഷിയാ ബട്ടർ, അൺറിഫൈനർ ഷിയാ ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഈ സ്പൂണിനകത്ത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഒലീവ് ഓയിലും കൂടെ ചേർത്തി കൊടുക്കാം. ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്, സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡറാണിത്. നമുക്കിതും കൂടെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂണിൻ്റെ ചെറിയ സ്പൂൺ കൊണ്ട് കോരി ഇടുന്നത് കൊണ്ട് ഒരു 4 സ്പൂണോളം നമ്മൾ ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. അപ്പോൾ എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രീം പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഷിയാ ബട്ടർ ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അറിയാലോ, ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് സോപ്പ് ബേസ് കട്ട് ചെയ്യാതെ. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സോപ്പ് തയ്യാറാക്കാന്നുള്ളതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഒരേ സോപ്പ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് അതിൻ്റെ പല ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പലതരം സോപ്പുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ന്യൂ ബോണിൽ തന്നെ നമുക്ക് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഷിയാ ബട്ടർ സോപ്പായിട്ടാണ്. കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചും ഷിയാ ബട്ടർ വെച്ചുമാണ് നമ്മളിത് ചെയ്യുന്നത്. അതും അൺറിഫൈനർ ഷിയാ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഷിയാ ബട്ടർ ബേസ് കൂടാതെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് 2 പാത്രം അടുപ്പത്ത് വെക്കണം. അറിയാലോ, നമ്മൾ 2 തരം ബേസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം രണ്ടും മെൽറ്റായി വരണം. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2 പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഡബിൾ ബോയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷിയാ ബട്ടറിൻ്റെ ബേസ് ഒരു പാത്രത്തിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേബി ബേസ് മറ്റു പാത്രത്തിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടായി കിടക്കുന്നതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സോപ്പ് ബേസ്. അത് ഷിയാ ബട്ടറിൻ്റെ ബേസ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. അതേസമയം ബേബി ബേസ് നമുക്ക് കുറച്ചൊന്ന് ടൈം എടുക്കും അതൊന്ന് മെൽറ്റായി കിട്ടാൻ. അപ്പം ഇത് കണ്ടോ, നമ്മൾ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. പക്ഷേ ഷിയാ ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബേബി ബേസ് എന്ന് പറയുന്നത് കാണുമ്പം കട്ടിയൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റാണ്. പക്ഷേ ഇത് മെൽറ്റായി കിട്ടാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ രണ്ടും ഒരേ സമയത്ത് വേണം അത് മെൽറ്റാക്കി എടുക്കാനും. ഇപ്പോൾ ബീക്കർ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാൻ പിടിച്ച് ഇളക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആവിയൊക്കെ കയ്യിലേക്ക് വന്നിട്ടേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അല്ല, ബേസ് നല്ലപോലെ ഒന്ന് കലങ്ങി വരണം. അപ്പോൾ നമ്മളത് കലങ്ങി വരുന്ന സമയത്തേക്ക് നമ്മുടെ ഷിയാ ബട്ടർ ഫുള്ളായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച് നമ്മുടെ ആ ഒരു കോക്കനട്ട് മിൽക്കും ഷിയാ ബട്ടറും ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലൊക്കെ ചേർത്ത് ചെയ്ത് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തി കൊടുക്കണം. ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, അളവ് കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ധൈര്യത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് മക്കൾക്ക് എന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബികൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബേബി സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് ഒരു കെമിക്കലും കൂടാതെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഒരു സോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. കാരണം എനിക്കത് അനുഭവം ഉള്ളതാണ്. നമ്മൾ ഹയമോൾക്ക് ഒരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലും നമ്മൾ സോപ്പ് വാങ്ങിയിട്ടില്ല. കുഞ്ഞിന് ഈ ഒരു സോപ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇതുവരെയും കുഞ്ഞിൻ്റെ സ്കിന്നിനോ
ചർമ്മത്തിനും അങ്ങനത്തെ യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് ഓർഡർ, ന്യൂ ബോൺ ബേബിയുടെ സോപ്പിൻ്റെ ഓർഡറുകൾ ഒരുപാടുണ്ട്. നമ്മൾ കൊടുത്തവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത്. കാരണം അവർക്കത് അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അവർ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ശരീരം ഡ്രൈനെസ് ഉണ്ടായിട്ട് ഡോക്ടേഴ്സിനെ കാണിച്ച് ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ ക്രീമൊക്കെ പുരട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് വരെയും നമ്മുടെ ഈ ഷിയ ബട്ടറും ബേബി ബേസ് മെൽറ്റ് ചെയ്തുള്ള സോപ്പ്, ന്യൂ ബോൺ ബേബി സോപ്പ് കൊടുത്ത് നല്ല മാറ്റം എന്ന് വെച്ചപ്പോൾ അവർ ഓയിൽമെൻറ്റ് ഉപയോഗിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബേബി ബേസ് മെൽറ്റായി കഴിഞ്ഞ് നമുക്ക് ഏകദേശം മെൽറ്റ് ആവേണ്ട ആ ഒരു രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ആ ഒരു ഷിയ ബട്ടർ ഉണ്ടല്ലോ, ഷിയ ബട്ടർ മെൽറ്റായിരിക്കുന്ന ഷിയ ബട്ടറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ഒഴിക്കാം. മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് ഓർമ്മ വേണം, 1/2 കിലോ ഷിയ ബട്ടറിന് 100 ഗ്രാം ബേബി ബേസാണ് എടുത്തത്. കാരണം ബേബി ബേസ് തീരെ കട്ടിയില്ലാത്തതാണ്. അത് മാത്രം സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അലിഞ്ഞ് എന്ന് വെച്ചാൽ പൊട്ടി പോവും. കാരണം അത്രയും കട്ടിയില്ല, അത് തിക്നെസ് വരത്തില്ല. ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷിയ ബട്ടറിലേക്ക് അത് മെൽറ്റ് ചെയ്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ആ ഒരു ബേസ്, ആ ഒരു കൂട്ടിനകത്തേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ ബേബി ഫ്രാഗ്രൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ഫ്രാഗ്രൻസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ ബേബി ബേസ്, ഷിയ ബട്ടർ ബേസ്, ചാർക്കോൾ ബേസ്, അൾട്രാ വെയ്റ്റ് ബേസ്, അങ്ങനെ ഒരു നമ്മുടെ കാറ്റലോഗ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എല്ലാ തരം സോപ്പിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബേബി ഫ്രാഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേബി സോപ്പ് എന്ന് കേട്ടിട്ടുള്ളത് ജോൺസണിൻ്റെയും സെബാമെഡ് ഇതൊക്കെയല്ലേ, അതിനൊക്കെ എന്താ മണം ഉപയോഗിച്ച് വരുന്നതോ അതെല്ലാം നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ്, ഈ ഒരു ബേബി സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫ്രാഗ്രൻസ് എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഇത്ര മണം കിട്ടും. എല്ലാം നല്ല സ്മെല്ലാണ് നമുക്ക് ഈ ബേബി ഫ്രാഗ്രൻസ്. ഇപ്പം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചൊഴിക്കുക, നിറഞ്ഞ് പോവാതെ നോക്കുക. ഇതിപ്പോൾ നിറഞ്ഞു പോയിട്ടുണ്ട് കുറച്ച്, അത് കുഴപ്പമില്ല. നമ്മൾ അന്നേരം തന്നെ ആ സ്പാച്ചില കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബാക്കിയും കൂടെ ഈ മോൾഡിലേക്ക് ഒഴിക്കണം. അപ്പോൾ എല്ലാം 2 എണ്ണം വീതം നമുക്ക് കിട്ടുമെന്ന് നോക്കാം. കറക്റ്റ് ഒരു അളവ്, കാരണം ഇതിനകത്ത് ഒരേ മെഷർമെൻറ്റ് അല്ല. നമ്മുടെ ഈ മോൾഡുകൾ പലതും പല അളവുകളാണ്. അപ്പോൾ ഇതാ ഇത്രയാണ് കിട്ടിയത്. നമുക്കിപ്പോൾ ഒരു 11 സോപ്പ് കിട്ടിയിട്ടുണ്ട്. നോർമൽ സോപ്പ് നമ്മളൊരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെ എടുക്കരുത്. ഇത് സെറ്റാവാൻ കുറച്ചും കൂടി ടൈം വേണം. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷമാണിത് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ മോൾഡിൽ നിന്ന് സോപ്പ് എല്ലാം റിമൂവ് ചെയ്തെടുക്കുവാണ്. നോക്കിയാട്ടെ, എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, നമ്മൾ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞ പാട് എടുക്കരുത്. അത് കറക്റ്റ് മെഷർമെൻറ്റിലാണെങ്കിൽ പോലും നമുക്കത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടത്തില്ല. സെറ്റായി കിട്ടണമെങ്കിൽ 6 മണിക്കൂർ തന്നെ നമുക്ക് ടൈം വേണം. അപ്പോൾ നമ്മുടെ സോപ്പ് എല്ലാം റെഡിയായി കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ. ഇവിടെ ലൈക്കും ഷെയറും ഒന്നും മറന്നു പോകണ്ട. എല്ലാവർക്കും മെറ്റീരിയലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റോ സോപ്പോ അതിൻ്റെ സോപ്പിൻ്റെ മെറ്റീരിയൽസോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.